നമ്മുടെ കർഷകരെല്ലാം നല്ല തിരക്കിലാണ്. പലയിടത്ത് വിപണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വന്നിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നാലരയ്ക്ക് തന്നെ വിപണി ആരംഭിക്കും. വഞ്ചിപ്പാട്ടുണ്ട്, മാവേലി വരുന്നുണ്ട്, നമ്മുടെ പ്രകാശ് വള്ളംകുളം ജി എത്തുന്നുണ്ട്. ആലാ വിപണിയും നമ്മുടെ പുത്തങ്കാവ് വിപണിയും മുണ്ടങ്കാവ് വിപണിയും കൂടെ സംയുക്തമായിട്ട് ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ വേർവൃത്യമില്ലാതെ സംയുക്തമായിട്ട് ഇന്ന് ഇവിടെ ഓണം ചന്ത നടത്തുകയാണ് മുണ്ടങ്കാവിൽ. അതേപോലെ തന്നെ ചില കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. ആലായിൽ നിന്ന് നമ്മുടെ അച്ചാനൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശാന്തമ്മ ചേച്ചിയൊക്കെ ഇങ്ങനെ റെഡിയാണ്. പച്ചക്കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മത്തങ്ങയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. മോഹനൻ ചേട്ടൻ കറിവേപ്പിലയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പല വീടുകളിലും ഒഴിഞ്ഞ് പാഴായി പോകുന്നതാണ് ഇതൊക്കെ. നല്ല ഒന്നാന്തരം ഏത്തക്കൊലകളൊക്കെ എത്തിയിട്ടുണ്ട്. നാരങ്ങയുണ്ട്, ചേനയുണ്ട്, മുറുക്കുണ്ട്, വെള്ളരിയുണ്ട്, നെയ്ക്കുമ്പളമുണ്ട്. എല്ലാവരും 4:30 വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. ശാന്തമ്മ ചേച്ചി ഒരു ലോഡ് ഉപ്പേരി ഇറക്കിയിട്ടുണ്ട് ഇവിടെ. വരുമ്പോൾ കാ മോശമാണെങ്കിൽ അതനുസരിച്ച് വില കുറച്ച് തരാനായിട്ട് പറയുക. സുരേഷ് ഗംഭീരി എത്തിയിട്ടുണ്ട്. നമ്മുടെ റെയിൽവേയിലെ സുരേഷ് സാർ എത്തിയിട്ടുണ്ട്. സുരേഷ് സാറോട് ഞാൻ ചോദിച്ചാൽ എന്താ ഇപ്പം പൊന്നാങ്കണ്ണി ചീരയൊന്നും കൊണ്ടുവരാത്തതെന്ന്. ഇപ്പം പറഞ്ഞു ഇതേപോലെ പലരും വീട്ടിൽ തന്നെ ചെന്നിട്ട് തൈയൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ ഇടനാട്ടിൽ നിന്നുള്ള ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. ചെറു ചേമ്പൊക്കെ ഉണ്ട്, വെള്ളരിക്കയുണ്ട്, മത്തങ്ങയുണ്ട്. ഇവിടെയും ഐറ്റംസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല കനത്ത മഴ ഉണ്ടായത് കാരണം ചേച്ചിയമ്മയ്ക്കൊന്നും സ്ഥലം അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വെള്ളക്കെട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. മോഹൻദാസ് സാർ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ലത ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വിപണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളും മാവേലിയെയും പ്രകാശ് വള്ളംകുളം സാറിനെയും അതേപോലെ തന്നെ വഞ്ചിപ്പാട്ടുകാരെയൊക്കെ കാത്തു നിൽക്കുകയാണ്. വിപണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ വെണ്ണക്കരക്കാരിയാണ്. കുറേ നാളായിട്ട് കാണുന്നില്ല. ഞാൻ ചോദിച്ചു എവിടാ, ഞങ്ങളെയൊക്കെ ഒന്ന് ഓർക്കണേന്ന് പറഞ്ഞു. അതാ ഗോപകുമാർ സാർ എത്തിയിട്ടുണ്ട്. പടവലും പാവലും ഒക്കെ പാകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൂടുതൽ കർഷകരെ നല്ല രീതിയിലേക്ക് കൃഷി ചെയ്യുക, എന്നിട്ട് നമ്മുടെ വിപണിയിൽ കൂടെ വിൽക്കാൻ ഈസിയായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടെ വിൽക്കാനായിട്ടും സാധിക്കും. സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗോപകുമാർ സാർ എത്തിയിട്ടുണ്ട്. മോഹൻദാസ് സാറും വിപണിയുടെ സന്തോഷം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. മോഹൻദാസ് സാറ് കസ്റ്റമേഴ്സിനിടയിലാണ് ഇപ്പോൾ. ഒരു കാഴ്ചക്കാരനെ പോലെ അവിടെ നിൽക്കുകയാണ്. സാറാണ് നിലവിൽ ഇവിടുത്തെ NSSൻ്റെ സെക്രട്ടറി. ഗിരീഷും എത്തിയിട്ടുണ്ട്. ഗിരീഷും വെൺമണിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഗിരീഷ് ഒരു യൂട്യൂബർ കൂടിയാണ്. നമ്മുടെ പാളാന്തോടം കൊല സംബന്ധമായിട്ടുള്ള വെൺമണി വെച്ച് എടുത്ത ഒരു വീഡിയോ, ഞാനും സാജുവും മറ്റുമായിട്ടുള്ള ഒരു സംഭാഷണം, അത് ഏകദേശം 95,000 പേര് അദ്ദേഹം എടുത്ത വീഡിയോയിൽ കണ്ടു. ജോസ്റ്റാനും മോനും ഉണ്ട്. എന്തുകൊണ്ട് വിശേഷം? ആൾക്കാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മുടങ്ങാതെ ഗോപിച്ചേട്ടാ ഹായ്. പെണ്ണുക്കരയിൽ നിന്ന് നമ്മുടെ ആലാ വിപണിയിലും മുണ്ടങ്കാവ് വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നാട്ടുകാരെ കാണുമ്പോൾ വളരെ സന്തോഷമാണുള്ളത്. നാട്ടുകാരെ വ്യാപകമായിട്ട് നല്ല രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മറ്റുള്ള വിഭാഗീയ ചിന്തകൾക്ക് അതീതമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം തന്നെ എന്തായാലും ഒരു ചെറിയൊരു വിഭാഗം ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
കാരണം ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരും. നമ്മുടെ ഇവിടെ മുണ്ടങ്കാവ് വിപണിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊടുക്കാനായിട്ട് ഐറ്റംസ് ഇല്ല, എല്ലാം മുൻകൂട്ടി ബുക്കിംഗ് ആണ്. എല്ലാം നമ്മുടെ വിപണിയിലെ ആൾക്കാർ തന്നെയാണ്, പുറത്താരുമല്ല. കാരണം ഓവർ ടൈം കൊടുത്തിട്ട് പോലും ഇവിടെ ഓർക്കപ്പുറത്ത് വീട്ടിൽ ചെല്ലുന്ന കസ്റ്റമറാണ്. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ഓക്കെ, എല്ലാവിധ സന്തോഷവും. അടുത്ത് പോയിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സാധനം മേടിച്ച് ഞങ്ങൾ ബോംബെക്ക് കൊണ്ടുപോയി കൊടുത്തു. അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് മദ്രാസിൽ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ്, നല്ല സാധനങ്ങളാണ്. ഓക്കെ, ഞാൻ കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് സന്തോഷമാണ്. ചേച്ചിയമ്മ ഒരു ലോഡ് സാധനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചേച്ചിയമ്മേ, ഒരു ലോഡ് സാധനം ഉണ്ടല്ലേ? സമ്മാനം ഇന്നെന്ത് മേടിച്ചാലും. ഇതാ ഞങ്ങളുടെ കൊച്ചാട്ടർ എത്തിയിട്ടുണ്ട് വിപണിയിലേക്ക്. സന്തോഷം, സ്വാഗതം. മെത്ത വെടിയിൽ പറഞ്ഞാൽ മതി, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരും. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരുമെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ജിനുബായി പുത്തങ്കാവിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സന്ദേശവുമായി ജിനുബായി പുത്തങ്കാവിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നമ്മുടെ വിപണി നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. എമീസ് കിച്ചന് പ്രഥമനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ വിപണി നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. മുണ്ടങ്കാവിലെ കോടിയാട്ടുകര സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് ഇപ്പം നമ്മുടെ വിപണിയിലുണ്ട്. അഭിജിത്ത് വന്ന് പൈസയൊക്കെ മേടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അഭിജിത്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. നമ്മുടെ വിപണിയിൽ ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്, സന്തോഷം. അപ്പം സ്ഥിരമായിട്ട് നമ്മുടെ വിപണിയിലെത്തണം, കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വിപണിയിൽ വരണം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാലമാണിത്. ആൾക്കാർ അവരുടെ സ്വകാര്യതയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം അതിൽ നിന്നൊരു വ്യത്യാസമാണ് നമ്മുടെ നാട്ടുവിപണികൾ സമൂഹത്തിലുണ്ടാക്കിയത്. അപ്പം എന്താണ് ഈ ജനങ്ങൾക്ക് നൽകാൻ ഒരു മെസ്സേജ്, ഈ വിപണി കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഒന്ന് പറഞ്ഞേ. പറ. നല്ലതാണ്. ഇനി കൂട്ടുകാരെ വിളിച്ചോണ്ട് വരുമോ? ആയിക്കോട്ടെ. ഈ പായസമൊക്കെ വീട്ടിൽ കൊണ്ട് ഷെയർ ചെയ്യുമോ, അത് ഒറ്റയ്ക്ക് കുടിക്കുമോ? കൊടുക്കുമല്ലേ? ഓക്കെ, ഹാപ്പി ഓണം. നമ്മുടെ മൂലമറ്റം കോളേജ് പ്രിൻസിപ്പളായിരുന്ന എവിസാർ വിപണിയിലെത്തിയിട്ടുണ്ട്. എവിസാറിനെ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക സന്തോഷം. കാരണം ഇത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വിപണിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തുന്നു എന്നുള്ളത്. സാർ വലിയൊരു കർഷകനും കൂടിയാണ്. സാറിന് കോഴിയുടെയൊക്കെ ഒരു ഫാമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ലതച്ചേച്ചി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. മക്കളൊക്കെ IT ഫീൽഡിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വിപണിയുടെ സന്തോഷവുമായിട്ട് എത്തിയതാണ്. ജയരാജ്, ഒരു കർഷകൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. 4:30 ഇവിടെ എത്തണമെന്ന് പറഞ്ഞതാണ്. ഇപ്പം തന്നെ സമയം ലേറ്റായി. എളുപ്പം വാ. പാലുമായിട്ട് ഇവിടെ 4:30 എത്തണമെന്ന് പറഞ്ഞതാണ്. ജയരാജ് പാലും ഏത്തക്കൊലയും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. തിരക്കേറിയ കർഷകനാണ്, കേബിൾ TV ഓപ്പറേറ്ററും ഒക്കെയാണ്. വിപണി നല്ല തിരക്കിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർഷകരൊക്കെ ഹാപ്പിയാണ്. ഓണപ്പപ്പടമൊക്കെ ഇവിടെ വിൽക്കാനായിട്ടുണ്ട്. നമ്മുടെ വിപണി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നത് സന്തോഷകരമാണ്. വിപണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റും ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും ക്യാൻസറിന് ഇടയാകുന്നു എന്നുള്ള ഒരു ന്യൂസ്. വെള്ളം കൂടുതൽ മലിനമാകുന്നു, അങ്ങനെ ഒരു ന്യൂസ് ഇന്ന് വന്നിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ളൊരു പഠനമാണ്. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടൂടെ നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെയാണ് പൊതുപ്രവർത്തനമെന്നും അതൊക്കെയാണ് രാഷ്ട്രീയമെന്നും പറയുന്നത്. നമ്മുടെ മാവേലി പായസം കുടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇന്നലെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. വീട് എവിടെയാണ്? മാരാവൺ. പേരെങ്ങനെയാണ്? ജേക്കബ് മാരാവൺ. സ്ഥിരം ഒരു മാവേലിയായിപ്പോ ഇല്ലേ? ഓണക്കാലം ആകുമ്പോഴത്തേക്ക് മാവേലിയാണ്. മൂന്നാമത്തെ, ഇന്നത്തെ ദിവസം തന്നെ മൂന്നാമത്തെയാണ്. കാരണം ഇന്നലെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇന്നലെ പുത്തങ്കാവില്
സന്തോഷം. ജീവിതം ഇതുപോലെ ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ മസിൽ പിടിച്ച് ജീവിക്കാനുള്ളതല്ല. ഗൾഫിലെ വലിയ മാവേലിയായിരുന്നു. സച്ചാൻ വളരെ സന്തുഷ്ടനാണ്. തിരുവല്ലയിലും അദ്ദേഹത്തിന് ഒരു കൃഷിസ്ഥലമുണ്ട്. ആ കൃഷിസ്ഥലത്ത് ഉള്ള 2 ഞാലിപ്പൂവിൻ്റെ കൊല വിൽക്കാനായിട്ട് ഇന്നൊരു ശ്രമം നടത്തി. പക്ഷേ നിരാശയായിരുന്നു. അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയൊരു സമീപനമാണ് കടകളിൽ നിന്നുണ്ടായത്. എന്തായാലും അദ്ദേഹം ഇവിടെ കൊലയുമായിട്ടെത്തി. വളരെ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് ഞാലിപ്പൂവിൻ വിറ്റുപോയി. നല്ല ഒന്നാം തരം ഞാലിപ്പൂവും കൊല, കാർബൈഡൊന്നും വെച്ച് പഴുപ്പിക്കാത്ത കൊല. പക്ഷേ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അത് പഴുക്കത്തുള്ളൂ. വിപണിയിൽ ഈ മുണ്ടങ്കാവിന് തൊട്ടടുത്ത് തന്നെ ഉള്ള സാവിത്രി അന്തർജനം എത്തിയിട്ടുണ്ട്. മാവേലിയെ കണ്ട സന്തോഷത്തിലാണ്. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് മാവേലി ഇപ്രാവശ്യം ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരുന്നു പറഞ്ഞു. മാവേലിയെ കണ്ടല്ലോ അല്ലേ? സന്തോഷമായി. എന്താണ് ഒരു മെസ്സേജ് നമ്മുടെ വിപണി സംബന്ധമായിട്ട്, ഓണം സംബന്ധമായിട്ട്? നല്ലൊരു വിപണിയാണ്. അതെ, കർഷകരഹിത പച്ചക്കറിയാണ്. ഞാൻ പിന്നെ കൃഷിഭവനിൽ ഈ ഇതില് പിന്നെ ഈ ജൈവ പച്ചക്കറിയുടെ ഇതാണ് പിന്നെ നമ്മുടെ കൃഷി ഓഫീസിൽ ജൈവ പച്ചക്കറി വളത്തിൻ്റെ നമ്മുടെ മുണ്ടങ്കാവ് വിപണിയിൽ ജയലക്ഷ്മി ചേച്ചി എത്തിയിട്ടുണ്ട്. മോളും സൗമ്യ എത്തിയിട്ടുണ്ട്. ജയലക്ഷ്മി ചേച്ചി ആണെങ്കിൽ PWDയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. നല്ല ഭക്ഷണത്തിനുള്ള എന്താ പറയുക ഐറ്റംസ് എപ്പോഴും തപ്പി നടക്കുന്ന ഒരാളാണ്. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകും. ആൾക്ക് എപ്പോഴും സന്തോഷമാണ്. എനിക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ജയലക്ഷ്മി ചേച്ചിയെ കാണുമ്പോൾ, മോളെ കാണുമ്പോഴും നല്ല സന്തോഷമാണ്. കാരണം എപ്പോഴും ചിരിയാണ്. കൈരളി TV വർക്ക് ചെയ്തതാണ്. ഒരു ജേർണലിസ്റ്റാണെന്ന് കൂടെ പറയുന്നു. ജയലക്ഷ്മി ചേച്ചി നമ്മുടെ ആലാ വിപണിയിൽ എത്താറുണ്ടായിരുന്നു. അപ്പോൾ ജയലക്ഷ്മി ചേച്ചിക്കുള്ള സൗകര്യത്തിനാണ് വേണ്ടി നമ്മൾ മുണ്ടങ്കാവ് വിപണി തുടങ്ങിയത്. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. ഇപ്പം ആലയിലോട്ട് അതുകൊണ്ട് വരേണ്ട കാര്യമില്ല. അങ്ങനെ പല പ്രദേശങ്ങളിലും വിപണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. എന്തായാലും മോള് പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് മുണ്ടങ്കാവ് വിപണിയുടെ ഇന്നത്തെ മുണ്ടങ്കാവും ആലായും നമ്മുടെ പുത്തങ്കാവും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഓണവിപണിയുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടു. എന്തായാലും പെട്ടെന്ന് അത് കയറി 1000 പേരോളം കണ്ടതായിട്ട് എന്നെ കാണിച്ചു. വളരെ സന്തോഷം. ഇന്ന് മോളുടെ ഒരു വീഡിയോ ആയിക്കോട്ടെ, അമ്മയുടെ നേരത്തെ എടുത്തിട്ടുള്ള. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പ്രൊമോട്ട് ചെയ്യപ്പെടാൻ. കാരണം നമുക്കറിയാം, ഞാൻ തിരുവനന്തപുരത്താണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്. വെക്കേഷൻ ടൈമിലൊക്കെയാണ് നാട്ടിൽ ഇവിടെ മുണ്ടങ്കാവിൽ വരാറുള്ളത്. നമ്മൾ അവിടെ ആയാലും നമ്മൾ ഒരുപാട് നമുക്ക് വിപണികൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും നല്ല പച്ചക്കറി, വിഷരഹിതമായ നല്ല പച്ചക്കറികൾ കിട്ടുക എന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്, അത് മാക്സിമം ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് മേടിക്കുന്നവർ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ മാറി ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം അത് തന്നെ ഇവിടുത്തെ ഈ ഒരു അതായത് വിഷരഹിത പച്ചക്കറി പ്രത്യേകിച്ച് വീടുകളിൽ അവരവർ തന്നെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന പച്ചക്കറികളും മറ്റ് സാധനങ്ങളും മറ്റുള്ളവർക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നന്നായി പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്ന്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ വളരെ ഒരുപാടുണ്ട് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവധിക്കൊക്കെ വരുമ്പോൾ, ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നതെങ്കിലും വെളിച്ചെണ്ണ ആയാലും മുളക് പൊടി ബാക്കി അത്യാവശ്യ പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ വരുമ്പോൾ മേടിച്ചുകൊണ്ട് പോകും. ഇവിടെ ഒന്ന് ഇടയ്ക്ക് അമ്മ ട്രിവാൻഡ്രത്ത് നിൽക്കാൻ വരുമ്പോൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വരും. ഞാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയും. അങ്ങനെയാണ് കുറേ നാളുകളായിട്ട് ഞാൻ ആലയിലായാലും ഇവിടെ ആയാലും സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അയൽവക്കക്കാരനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ അയൽവക്കക്കാരൻ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്തേണ്ടത്, അതേപോലെ തന്നെ അവർക്ക് തൊഴിലവസരങ്ങൾ, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്ന സമയത്ത് അവരുടെ തൊഴിലവസരങ്ങൾ കൂടി വർദ്ധിക്കുകയാണ്. അവരുടെ കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ മലയാളികൾക്ക് പൊതുവെ അതിനകത്ത് ഇച്ചിരി സന്തോഷം കുറവുള്ള കൂട്ടത്തിലാണ്. അതിൽ നിന്നൊരു മാറ്റം അല്ലേ? ഇതിനകത്ത് പ്രധാനമായിട്ടേ എനിക്കൊന്ന് എൻ്റെ ഒരു ജനറേഷൻ തൊട്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആദായമൊന്നും കിട്ടത്തില്ല, ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് പേര് കൃഷി ഉപേക്ഷിച്ച്, അതായത് പാരമ്പര്യമായിട്ട് കൃഷി ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ
അവനവന് വീട്ടിലേക്ക് ആവശ്യമുള്ള സമ്പാദ്യം, പൈസ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വളർത്തുന്നതിലൂടെ നമ്മൾ കുറച്ച് സ്ഥലമായാലും മതി, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 മുട്ടക്കോഴിയെ വളർത്തുക, അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തുക, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം നമ്മളത് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാട്ടിൽ വലിയൊരു മാറ്റമായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും സ്വയം പര്യാപ്തരായി നിൽക്കാനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത്തരം ഒരു വിപണി എന്ന് പറയുന്നത്. എന്തായാലും ഒരു ജേർണലിസ്റ്റുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എനിക്കും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണുള്ളത്. സമൂഹത്തെ വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യേണ്ട സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൊക്കെ അതിൻ്റെ ഗുണകരമായിട്ടുണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ സഹോദരനും LLB പഠിച്ചത് റബ്ബറിൽ നിന്നുള്ള ഏകദേശം 2 ഏക്കർ സ്ഥലത്തുനിന്ന് മാത്രമുള്ള റബ്ബറിൽ നിന്നുള്ള ആദായം കൊണ്ട് മാത്രം പഠിച്ചതാണ്. കാരണം എൻ്റെ ഫാദറാണെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ട് കൃഷിയിൽ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഒരാളായിരുന്നു. ഞാനൊരു 4ലൊക്കെ പഠിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഇഷ്ടത്തിന് തെങ്ങാണ്. ഒരു 10,000 തേങ്ങ ഈ 2 ഏക്കർ സ്ഥലത്തുനിന്ന് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തെങ്ങ് മുഴുവൻ നഷ്ടമായി. എനിക്ക് തോന്നുന്നു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ തകർക്കാനായിട്ട് അന്യസംസ്ഥാന ലോബികൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം തെങ്ങ് കൃഷി പോലും ഇവിടെ കേരളത്തിൽ അന്യമായത്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സംഭവിച്ചതെന്ന് പറയുന്നത്, അതിനുശേഷം എൻ്റെ ഫാദർ കൊക്കോ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊക്കോ കൃഷി ഭയങ്കര നഷ്ടമായി. പുള്ളി പെട്ടെന്ന് തന്നെ അത് വെട്ടിക്കളഞ്ഞിട്ട് വളരെ ബുദ്ധിപരമായിട്ട് തന്നെ റബ്ബർ കൃഷി ചെയ്തു. എന്തായാലും ഞങ്ങൾ LLB പഠിച്ച് ഇറങ്ങുന്നത് വരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം റബ്ബർ കൃഷി നഷ്ടമാക്കി. ആരാണിത് നഷ്ടമാക്കിയത്? കാരണം ഇവിടെ ജനങ്ങളുടെ നികുതി മേടിച്ചിട്ട് ഹാപ്പിയാണ് എന്നിട്ട് ജനങ്ങളെ നല്ല രീതിയിൽ ഭരിക്കേണ്ട അധികാരവർഗം ഏതവൻ ഭരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ അധികാരവർഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യസംസ്ഥാന ലോബികളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് സ്വന്തം ജനങ്ങളെ ഒറ്റിക്കൊടുത്തായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ആദായകരമല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിയില്ലായ്മ. ഈ ബുദ്ധിയില്ലായ്മ ശരിക്കും പറഞ്ഞാൽ ഈ നാടിനെ പിന്നോട്ട് തകർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കൃഷിയെല്ലാം അന്യമായിട്ട് ഇവിടെ പന്നിയും പട്ടിയും എല്ലാം കൂടെ പെരുകുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിടുകയാണ്. കാരണം മറ്റു പല സ്റ്റേറ്റുകളിലും കൃഷി ആദായകരമായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് പറയുന്നത് ആദായകരമല്ലാത്ത നിലയിൽ എത്തിച്ചതിൻ്റെ കാരണം ഈ അധികാരവർഗം തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപ കർഷകർക്കെന്ന് പറഞ്ഞുകൊണ്ട് ചെലവഴിക്കുകയാണ്. പക്ഷേ അത് കർഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ സിസ്റ്ററുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഭയരഹിതമായിട്ട് ഇവരെ വിമർശിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ജനത ഭയത്തോടുകൂടി നിന്നതിൻ്റെ തിക്താനുഭവം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തെങ്ങ് കൃഷി അന്യമായിട്ട് തീർന്നു. ഒരു കൃഷിയും ആദായകരമല്ലാത്ത ഒരു നിലയിലേക്ക് വന്നു. നമ്മുടെ നികുതി പണം ചൂഷണം ചെയ്തെടുത്തിട്ട് എന്തൊക്കെയോ ദൂർത്ത് കാണിക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. കാരണം ഞാൻ 2-3 ദിവസമായിട്ട് പല കർഷകരുടെയും വീഡിയോ എടുക്കുന്നതന്നെ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന നികുതി പണം ഇതുപോലെ ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തായാലും ഞങ്ങളുടെ വിപണിയിൽ എത്തിയതിൽ ഇത്രയും കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. 5:35 അന്തരീക്ഷം എല്ലാം മൂടി, മഴ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കർഷകരെല്ലാം ഹാപ്പിയാണ്. ഞാനിവരോട് പറഞ്ഞായിരുന്നു, നമ്മുടെ അഭിലാഷ് സാറ് സാധാരണഗതി ദൂരദർശൻ്റെ ഷൂട്ടിങ്ങിന് വരുന്നതിൻ്റെ തലേദിവസം എന്നോട് ചോദിക്കും മഴ പെയ്യുമ്പോൾ വക്കീലെന്ന് ചോദിക്കും. ഞാൻ പറയും സാറേ ഇല്ല, പെയ്യത്തില്ല, ധൈര്യമായിട്ട് വരാൻ പറയും എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇവർ വിപണി തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആശങ്കപ്പെട്ടായിരുന്നു മഴ പെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു, മഴ പെയ്യത്തില്ല, നമുക്കിത് 4:30 സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്തില്ല. പ്രകൃതി പോലും നമ്മളുടെ കൂടെ നിന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്.